കേട്ടോ. ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, പിന്നെ മല്ലിയില, തക്കാളി, പുതിനയില, സവോള. 2 ടേബിൾ സ്പൂൺ എണ്ണയും 2 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് ഇത് ചൂടാക്കി വെക്കണ്ടേ. ചൂടാക്കി കഴിയുമ്പോൾ അതിനകത്തേക്ക് ഏലക്ക, കറുവാപ്പട്ട, പിന്നെ ഗ്രാമ്പു. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ സവാള ഇട്ടു കേട്ടോ. സവാള ഇട്ട് 1/2 ടീസ്പൂൺ ഉപ്പും ഇട്ട്. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് സവാള. ഇനി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പോട്ടെ പോമാനെ കേട്ടോ. ഇനി തക്കാളി കിടണോ. തക്കാളി 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇളക്കണം എന്നാണ് നമ്മുടെ ഷാൻജിയോ പറഞ്ഞേക്കണേ. അപ്പോൾ ആ ടൈമിങ് ഒക്കെ കറക്റ്റ് ആയിരിക്കും. 2 മിനിറ്റ് തന്നെ ഇളക്കുള്ളൂ കേട്ടോ. എങ്ങാനും തെറ്റിപ്പോയി ഇങ്ങനെ പണിയായതാണ്. ലോ ഫ്ലെയിമിലാണ്. നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്തേക്കുന്ന ചിക്കൻ നമ്മൾ ഇതിനകത്തേക്ക് ഇടുവാണേ. അരിയൊക്കെ ഇട്ടു. അരിയിട്ട് ബാക്കി പുതിന എല്ലാം ഇവിടെ ഇട്ടുണ്ട്. ഇത് അടച്ചു വെക്കണം. എന്നിട്ട് ഒരു വിസിൽ വരണ്ടെന്നാണ് പറഞ്ഞേക്കണേ. നോക്കട്ടെ കേട്ടോ. കുക്കർ ബിരിയാണി റെഡി ആയിട്ടോ. ഞാൻ വിചാരിച്ചതിനേക്കാളും സക്സസ് ആയി. സംഗതി സെറ്റാണ്. കണ്ടിട്ട് എന്നാ തോന്നുന്നു മിന്നു? ബിരിയാണി ആണല്ലേ, നല്ല മണവും വരുന്നുണ്ട്. സംഗതി സെറ്റായി. ഞങ്ങൾ കഴിച്ചു നോക്കിയിട്ടില്ല. ഞാനിപ്പോൾ ഇത് അടുത്ത ഒരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കുവാണേ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കുക്കർ ബിരിയാണി. സക്സസ്. സക്സസിന്റെ ചിരി അടക്കണ്ട. സക്സസിന്റെ ചിരി. അപ്പൊ കുക്കർ ബിരിയാണി സക്സസ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. അതിന് ടേസ്റ്റ് ഒത്തിരി നോക്കട്ടെ കേട്ടോ. ടേസ്റ്റ് ഞാൻ നോക്കിയില്ല. ഞാൻ തന്നെ നോക്കിയിട്ട് ഞാൻ തന്നെ പറയാം. കൊള്ളാം. ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി നൈസാ. ഓക്കെ, ഇനി പിള്ളേർക്ക് കൊടുത്തിട്ട് ബാക്കി കഥകൾ പറയാം. ചിക്കനൊക്കെ നല്ലോണം മെത്തണ്ട് കേട്ടോ. ഇത് കാണിച്ചു തരാം. എന്താ ചിക്കൻ നല്ല കിടുവായിട്ട് സെറ്റായി. നിങ്ങൾക്ക് അപ്പോൾ കുക്കർ ബിരിയാണി എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടാ. ആർക്കും ഉണ്ടാക്കാം. ഉണ്ടാക്കിയില്ലേ, ഇനിയിപ്പോൾ ആർക്കും ഉണ്ടാക്കാം. സെറ്റ് സാധനം.